നിങ്ങളൊരു സുന്ദരിയായ സ്ത്രീയാണോ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തുമാകാം. നിങ്ങൾക്കാരെയും കൊല്ലാം, നിങ്ങൾക്കാർക്കും വിഷം നൽകാം, നിങ്ങൾക്കാർക്കും സയനൈഡ് നൽകാം. നിങ്ങൾക്ക് ജയിൽ സുഖനിദ്രയായിരിക്കും. മറ്റുള്ളവർ പായൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കട്ടിലിൽ അല്ലെങ്കിൽ നല്ല ബെഡിൽ കിടന്നുറങ്ങാം. മറ്റുള്ളവർ ജയിലിലെ രസമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മനോഹരമായ ഭക്ഷണം ജയിൽ അധികാരികളെ കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം. ഇങ്ങനെ സുഖനിദ്രയിൽ ജീവിക്കണമെങ്കിൽ അധികാരികളുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈംഗികമായ ഒരു ബന്ധം മാത്രം മതി. എന്താലേ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ, ഇവർക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊന്നും ഒരു പീഡനമല്ല, ഇതൊന്നും ഒരു തെറ്റല്ല എന്നതാണ്. കാർണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിൽ ഡിഐജി പ്രദീപുമായി അടുത്ത ബന്ധമെന്ന് സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ പുറത്തു വരുന്ന വാർത്തകൾ അത് മാത്രമല്ല. ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനലായ സ്ത്രീയുമായി കേരളത്തിലെ മന്ത്രിക്കുള്ള ബന്ധമെന്താണ്? കേരളത്തിലെ മന്ത്രി ഇവരെ തുടരെ കാണുന്നുവെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ ആരോപിച്ചിട്ട് അതിൽ പ്രതികരണം പോലും നടത്താനാവാത്ത വിധം മന്ത്രി ദുർബലനായത് എന്തുകൊണ്ടാണ്? ഒരു മന്ത്രി മാത്രമല്ല, ഷെറിൻ്റെ ബെസ്റ്റിയാണ് ഗണേഷ് കുമാറെങ്കിൽ ഷെറിൻ്റെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ രണ്ട് മന്ത്രിമാരുടെ ഇടപെടലാണ്, ബെസ്റ്റിയുടെ ഇടപെടലും ലോക്കൽ ഗാർഡിയൻ്റെ ഇടപെടലുമാണ് ഷെറിന് അതിവേഗ ശിക്ഷാ ഇളവിലേക്ക് നയിക്കപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ജയിലിൽ കൂടെ കഴിഞ്ഞിരുന്ന തടവുകാരിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10,000 രൂപ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു. അപ്പം ഉദ്യോഗസ്ഥരെല്ലാവരുമായിട്ടില്ല, DIG പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത, നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, ഒരു ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല, എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ്. വിവരാവകാശം വെച്ചതിൻ്റെ അന്ന് ഞാൻ പരാതി 10 വർഷം മുമ്പ് കൊടുത്തതിൻ്റെ ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ്. ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം, ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും. പക്ഷേ എനിക്ക് അവരുടെ പൈസ വേണ്ട. കാരണം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക, സ്വന്തം പ്ലേറ്റ് കഴിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുപ്പിച്ചിട്ട് 3 നേരം പുറമെ നിന്നുള്ള ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാൽ